സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും കാരകനാണ് ശുക്രൻ. ജാതകത്തിൽ ശുക്രൻ ശുഭസ്ഥാനത്താണെങ്കിൽ ആ വ്യക്തിക്ക് വെച്ചടി കയറ്റമായിരിക്കും. അതിനാലാണ് നല്ല കാലം വരുമ്പോൾ ശുക്രൻ ഉദിച്ചു എന്ന് പൊതുവെ പറയുന്നത്. ഒക്ടോബർ 20 ശുക്രൻ കന്നിരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിലൂടെ ജ്യോതിഷത്തിലെ പ്രധാന രാജയോഗമായ നീചഭംഗ രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നു. ഇതെല്ലാ രാശിക്കാരെയും ബാധിക്കുമെങ്കിലും ചില രാശിക്കാർക്ക് അനിതര സാധാരണമായ നേട്ടമാണ് വരാൻ പോകുന്നത്. ഏതൊക്കെ രാശിക്കാർക്കാണ് ഇത് ഗുണപരമാവുക എന്നും എങ്ങനെയൊക്കെയാണ് ഇവരെ തേടി ഭാഗ്യം എത്തുക എന്നും നോക്കാം. മകരം. കന്നിരാശിയിലെ ശുക്രന്റെ പ്രവേശനം മൂലം രൂപപ്പെടുന്ന നീചഭംഗ രാജയോഗം മകരം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. ശുക്രൻ ഇവരുടെ സംക്രമ ജാതകത്തിലെ 9ാം ഭാവത്തിലേക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനാൽ ഈ സമയത്ത് ഇവർക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹം ആവോളം ഉണ്ടാകും. ലോട്ടറി പോലെയുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. കന്നിരാശിയിലെ ശുക്രന്റെ പ്രവേശനം മൂലം രൂപപ്പെടുന്ന നീചഭംഗ രാജയോഗം കന്നിരാശിക്കാർക്ക് അനുകൂലമായിരിക്കും. ഈ രാശിയിലൂടെ ലഗ്നഭാവത്തിലാണ് ഈ രാജയോഗം രൂപം കൊള്ളുന്നത്. അതിനാൽ തന്നെ ഈ സമയത്ത് ഇവരുടെ സാമ്പത്തിക സ്ഥിതി മുൻപത്തേക്കാൾ മെച്ചപ്പെടും. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. അവിവാഹിതർക്ക് വിവാഹാലോചനകൾ ലഭിച്ചേക്കാം. വൃശ്ചികം. കന്നിരാശിയിലെ ശുക്രന്റെ പ്രവേശനം മൂലം രൂപപ്പെടുന്ന നീചഭംഗ രാജയോഗം വൃശ്ചിക രാശിക്കാർക്ക് ഗുണം ചെയ്യും. ഈ രാശിയുടെ വരുമാന ലാഭ മേഖലയിലാണ് ഈ രാജയോഗം രൂപപ്പെടുന്നത്. അതിനാൽ തന്നെ ഈ സമയത്ത് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാകും. പല വഴിക്ക് പണം കയ്യിലെത്തും. പുതിയ വരുമാന മാർഗങ്ങൾ രൂപപ്പെടുന്നതായിരിക്കും.